ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതവും റഷ്യയും തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വിവിധ മേഖലകളിൽ സഹകരണം ഊഷ്മളമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചു. ഭാരതവും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്നും അതിനായി പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണെന്നും ഹൈദരാബാദ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദിയും പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷമായിരുന്നു ഡൽഹിയിൽ ഹൈദരാബാദ് ഹൌസിൽ ലോകരാഷ്ട്രീയം ഉറ്റുനോക്കിയ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ ഉഭയകക്ഷി ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകൾക്കൊടുവിൽ 8 കരാറുകളിൽ ഭാരതവും റഷ്യയും ഒപ്പുവെച്ചു. തൊഴിൽ, കുടിയേറ്റം, ആരോഗ്യം, ഷിപ്പിംഗ്, സുരക്ഷ തുടങ്ങിയ മേഖലകളിലാണ് ധാരണാപത്രം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്നും സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വലുതാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സഹകരണവും നൽകാൻ ഭാരതം തയ്യാറാണെന്നും ഭീകരവാദത്തെ ഒന്നിച്ചു നേരിടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. मुझे पूरा विश्वास है कि आने वाले समय में हमारी मित्रता हमें ग्लोबल चैलेंजेस का सामना करने की शक्ति देगी और यही भरोसा हमारे साझा भविष्य को और समृद्ध करेगा. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതവും റഷ്യയും തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഭീകരത മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്നും സുരക്ഷ, വ്യാപാരം, സാമ്പത്തിക, സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകളിൽ ഒപ്പിട്ടതായും പുടിൻ അറിയിച്ചു. In general, we are undoubtedly satisfied with the results of the negotiation we just had. We also, ahead of us, we have the meeting with the President of India, Madam Murmu. But even now, I can express my confidence that the current visit and the agreements reached will help the further deepening of the Russian-Indian strategic partnership for the benefit of our countries and the peoples of India and Russia. ഭാരതം നൽകിയ ഊഷ്മള സ്വീകരണത്തിനും വ്ളാഡിമിർ പുടിൻ നന്ദി അറിയിച്ചു. ജനം, ഡൽഹി.